ലോകം മുഴുവൻ വാങ്ങാനുള്ള തിരക്കിലാണ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ വലിയ പ്രതിഷേധമുയർത്തുകയും ചെയ്തു. കാനഡയെ യുഎസിന്റെ സ്റ്റേറ്റാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഗാസയെ വിലയ്ക്ക് വാങ്ങുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പനാമയ്ക്കെതിരെയും ട്രംപ് തിരക്കിട്ട നീക്കത്തിലാണ്. ട്രംപിന്റെ പ്രഖ്യാപനങ്ങളിൽ വലിയ വിമർശനമാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയരുന്നത്. പ്രതിഷേധങ്ങൾക്കിടയിലും പ്രഖ്യാപനങ്ങളുമായി ട്രംപ് മുന്നോട്ടു പോകുന്നു. ഇപ്പോഴിതാ ട്രംപിന് ഉരുളക്കുപ്പേരി പോലെ മറുപടി നൽകിയിരിക്കുകയാണ് ഡെൻമാർക്ക്. യുഎസിൽ നിന്ന് കാലിഫോർണിയയെ വിലയ്ക്ക് വാങ്ങുമെന്നാണ് ഡെൻമാർക്കിന്റെ പ്രഖ്യാപനം. വെറുതെ പറയുകയല്ല, ഇതിനുവേണ്ടിയുള്ള ക്യാമ്പയിനും അവർ നടത്തുന്നുണ്ട്. കാലിഫോർണിയ വാങ്ങാനുള്ള പെറ്റീഷനിൽ ഇതുവരെ 2 ലക്ഷം ഡെൻമാർക്ക് പൗരന്മാരാണ് ഒപ്പിട്ടത്. ഡെൻമാർക്കിഫിക്കേഷൻ പെറ്റീഷൻ എന്നാണ് ഈ പെറ്റീഷന്റെ പേര്. ട്രംപിൽ നിന്ന് കാലിഫോർണിയ വാങ്ങാം, കാലിഫോർണിയയുടെ പ്രതാപം വീണ്ടെടുക്കാം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ക്യാമ്പയിൻ. ഡെൻമാർക്കിന് ഇനി വേണ്ടത് കുറച്ചു കൂടുതൽ സൂര്യപ്രകാശവും നീണ്ട പനകളും റോളർ സ്കേറ്റുകളുമൊക്കെയാണ്. അതിന് ട്രംപിൽ നിന്ന് കാലിഫോർണിയ വാങ്ങണം. ട്രംപിന് കാലിഫോർണിയയെ വലിയ താല്പര്യമില്ല. യുഎസിലെ ഏറ്റവും മോശം സ്റ്റേറ്റ് എന്നാണ് ട്രംപ് കാലിഫോർണിയയെ വിളിക്കുന്നത്. കാലിഫോർണിയൻ നേതാക്കളുമായി കുറേക്കാലം ട്രംപ് ഭിന്നതയിലുമായിരുന്നു. നല്ല വില കിട്ടിയാൽ ട്രംപ് ഉറപ്പായും കാലിഫോർണിയ വിൽക്കും. ഇങ്ങനെയാണ് ഡെൻമാർക്കിൽ ക്യാമ്പയിൻ നടക്കുന്നത്. ട്രംപും കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോമും തമ്മിൽ ശത്രുതയിലാണ്. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയത് വലിയ തലവേദനയായാണ് ഗാവിൻ കരുതുന്നത്. ട്രംപിന്റെ കുടിയിറക്കൽ നയങ്ങൾക്കെതിരെ പോരാടാൻ ഡെൻമാർക്ക് തീരുമാനിച്ചിട്ടുമുണ്ട്. ഇതിനായി $50 ബില്യൺ വകയിരുത്തിയിട്ടുണ്ട്. ഈ ഭിന്നതകൾക്കിടയിലാണ് ട്രംപിനെ പരിഹസിക്കുന്ന ക്യാമ്പയിനുമായി ഡെൻമാർക്ക് മുന്നോട്ടു പോകുന്നത്. ക്യാമ്പയിനിന്റെ ഭാഗമായി ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ $1 ട്രില്യൺ നേടാനാണ് തീരുമാനം. വലിയ തമാശ എന്തെന്നാൽ കാലിഫോർണിയക്കാരും പെറ്റീഷനിൽ ഒപ്പിട്ടിട്ടുണ്ട്. 5 ലക്ഷം ഒപ്പുകളാണ് ലക്ഷ്യം. പെറ്റീഷന് കാലിഫോർണിയ സ്റ്റേറ്റ് സെക്രട്ടറി ഷെർലി വെബ്സ്റ്റർ അനുമതി നൽകിയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുഎസിൽ നിന്നും പൂർണ്ണമായും വിട്ട് 2028ഓടെ ഒരു സ്വതന്ത്ര സംസ്ഥാനമായി ഇലക്ഷനിൽ മത്സരിക്കാനാണ് കാലിഫോർണിയയുടെ തീരുമാനമെന്നാണ് ദി ഗാർഡിയന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗസ ഏറ്റെടുക്കൽ പ്രഖ്യാപനം വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ ട്രംപിന്റെ നീക്കത്തെ എതിർത്ത് രംഗത്തു വന്നു. വിഷയത്തിൽ പ്രതികരണവുമായി ഹൂതികളും എത്തിയിരിക്കുന്നു. തത്സമയ പ്രതികരണത്തിൽ ഹൂതി നേതാവ് അബ്ദുൽ അൽ ഹൂതി ട്രംപിനെ വിഡ്ഢിയെന്നാണ് വിശേഷിപ്പിച്ചത്. ഗസ ഒഴിപ്പിക്കാനുള്ള നീക്കം ട്രംപിന്റെ വിഡ്ഢിത്തമെന്നാണ് ഹൂതി നേതാവ് പറയുന്നത്. അതിനിടെ ഗസയിൽ വെടിനിർത്തൽ ലംഘിച്ചാൽ ഇസ്രയേലിനെ ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ ഭീഷണി. ഇറാന്റെ പിന്തുണയുള്ള വിമത ഗ്രൂപ്പ് ചെങ്കടലിലെ ആക്രമണം നിർത്തിവച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തിയാൽ ചെങ്കടലിലെ ആക്രമണം തുടങ്ങുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകുന്നു. അതിനിടെ വെടിനിർത്തൽ കരാർ ലംഘിക്കരുതെന്ന മുന്നറിയിപ്പ് ഹമാസും ഇസ്രയേലിന് നൽകിയിരിക്കുന്നു. വെടിനിർത്തൽ കരാർ മാത്രമാണ് ഗസയിലുള്ള ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഏക മാർഗമെന്നാണ് ഹമാസ് നേതാവ് സമി അബു സുഖ്രി റോയിട്ടേഴ്സിനോട് പറഞ്ഞത്.